ഹലോ ഗായ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 66/2024 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ആ ഒരു അന്നത്തെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഒട്ട് സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം അവർ നൽകുമോ? ഇല്ല, നൽകിയില്ല. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. ഫേവറബിൾ ആരാണ്? കമ്പനിക്കാർക്കാണ് ഫേവറബിൾ. അപ്പോൾ അത് ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റു വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. അത് പാടില്ല. അത് വീണ്ടും കമ്പനിക്ക് എതിരായിട്ട് വരുന്നതല്ലേ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അതും ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏവ? ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജപ്പാൻ, ജർമ്മനി, ഇവ രണ്ടുപേരും എന്താണ് അതിൽ ഉൾപ്പെടുന്നില്ല. ആക്ച്വലി ഞാനത് പഠിച്ചിരിക്കുന്നത് അച്ചുതണ്ട് ശക്തി അങ്ങനത്തെ ആ ഒരു ഇതിൽ പഠിച്ചത് ജ ഇ എന്നും പറഞ്ഞാൽ ഞാൻ പഠിച്ചിരിക്കുന്നത്. ഈ ഈ കോഡ് ഇവിടെ എടുത്താൽ നടക്കില്ല. കാരണം ജപ്പാൻ, ജർമ്മനി, ഇറ്റലിയാണ് ആ ജ ഇ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഇംഗ്ലണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആദ്യം എൻ്റെ തെറ്റിപ്പോയി. പക്ഷേ പിന്നീട് ഞാനത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇ എന്ന് പറയുമ്പോൾ ഇറ്റലിയാണ്, ഇംഗ്ലണ്ട് അല്ല. ഇംഗ്ലണ്ടും ഫ്രാൻസും ആ സഖ്യത്തിൽ പെടുന്നവരാണ്. നമുക്കിത് നോക്കാം. ആ സഖ്യത്തിൽ ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അച്ചുതണ്ടിൽ എന്തൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഇ. അലൈസിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് US-ഉം SU ആണെന്ന് ഓർത്തിരുന്നാൽ മതി. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ BF ബ്രിട്ടനും ഫ്രാൻസും, US-ഉം SU എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ, US എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇതാണ് എന്ത്? സഖ്യശക്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 4. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘ കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേരയും ചോളയും പാണ്ഡ്യയും അങ്ങനെയൊക്കെയാണ് നമ്മുടെ തമിഴ് സംഘകാലത്തിലുള്ളത്. മൂഷകയും ആയുവംശമാണ് അതിലില്ലാത്തത്. ഏതൊക്കെയാണ്? മൂഷകവും ആയുവംശമാണ് അതിലില്ലാത്തത്. അപ്പോൾ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ചേര, ചോള, പാണ്ഡ്യൻ, പല്ലവ. ചാച്ചാ പാപ്പ എന്ന് ഓർത്താൽ മതി. ചാച്ചാ പാപ്പ. ചേര, ചോള, പാണ്ഡ്യൻ, പല്ലവരുമായിരുന്നു തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങളേവ? ബോൾഷെവിക്കും മെൻഷെവിക്കും നമുക്കറിയാവുന്നതാണ്. ഈ ബോൾഷെവിക്കും മെൻഷെവിക്കും അത് ഞാൻ എങ്ങനെ ഓർത്തിരിക്കുന്നത്? ഷാഷ വരുന്നില്ല. ബോൾഷെവിക്ക്, മെൻഷെവിക്ക്, ഷാഷ. അതാണ് റഷ്യയിലും വരുന്നത്. ബോൾഷെവിക്കും മെൻഷെവിക്കും റഷ്യ. കുമിങ്താങ്ങും ഫലാങ് പാർട്ടിയും അതിൽ വരുന്നതല്ല. കുമിങ്താങ് എവിടെയാണ് വരുന്നത്? ചൈനീസ് റെവല്യൂഷനിലാണ് കുമിങ്താങ് പാർട്ടി വരുന്നത്. അതിൻ്റെ ആൾ സൺ യാറ്റ് സെൻ ആണ്. ഫൗണ്ടർ സൺ യാറ്റ് സെൻ ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് ആ 8 ഗ്രഹങ്ങൾ. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ ഇതിലേതൊക്കെ വരും? ബുധനും ശുക്രനുമാണ് ആദ്യത്തെ 2 വരുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് എന്തെന്ന് പറയുന്നത്? ആസ്തനോസ്ഫിയർ. കാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അകത്തുള്ളതാണ് കാമ്പ്. ഭൂവൽക്കം എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തുള്ളത്, നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് കാമ്പ് എന്ന് പറയുന്നത്. അഗ്നിപർവ്വതജന്യശില എന്ന് പറയുമ്പോൾ അത് ആ ഒരു അഗ്നിപർവ്വത മേഖലയുള്ള ഇത് വരുന്നതാണ്. ആസ്തനോസ്ഫിയർ എന്ന് പറയുമ്പോൾ അതാണ് ഇതിൻ്റെ ഉത്തരം. പ്രഭവ മണ്ഡലം അതാണ്. ദ ആസ്തനോസ്ഫിയർ ഈസ് എ വീക്ക് ലെയർ ഓഫ് ദ എർത്ത്സ് മാൻഡിൽ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 100 and 410 kilometers below the surface. It is located beneath the lithosphere, the rigid outer layer of the earth ആണ്. അസ്തനോസ്ഫിയർ ആണ്. അപ്പോൾ എന്ത്? ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലം എന്താണ്? അസ്തനോസ്ഫിയർ. താഴെ കൊടുത്തിട്ടുള്ളതിൽ മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ? വൈദ്യുതി ചാർജുള്ള അയോൺ കണങ്ങളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. ആക്ച്വലി ഇതിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അത് അയണോസ്ഫിയർ അല്ലേ വരുന്നതെന്ന്. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്.
അത് അതാണ് ഇവർ ഉത്തരം കൊടുത്തിരിക്കുന്നത് മീസോസ്ഫിയറിൻ്റെ സവിശേഷതകളായിട്ട്. മീസോസ്ഫിയറിൽ ആക്ച്വലി എന്തൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ഉൽക്കകൾ കത്തിക്കരിഞ്ഞു പോകുന്ന സ്ഥലം മീസോസ്ഫിയറാണ്. സൂര്യനിൽ അതൊരെണ്ണമുള്ളത്. പിന്നെ വേറെ മീസോസ്ഫിയറിൽ എന്തൊക്കെയായിരുന്നു? സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികൾ ആഗിരണം ചെയ്ത് ഭൂമിയുടെ രക്ഷകവചമായി വർദ്ധിക്കുന്നത് ഓസോൺ പാളിയാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ല, ഓസോൺ ഉള്ളത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. അല്ല, ജൈവ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ പാളിയായിട്ടുള്ള ട്രോപ്പോസ്ഫിയറിലാണ്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയർ ആണ്. പക്ഷേ ഇവരിവിടെ ഇതാണ് ഉത്തരം മീസോസ്ഫിയറിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരക്കോറം, സസ്കാർ, പിർപ്പാഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? നമുക്കറിയാവുന്നതാണ് കാരക്കോറം. സസ്കാർ, പിർപ്പാഞ്ചലൊക്കെയുള്ള എന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നിവ മൂന്നിനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അറബിക്ക കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അറബിക്ക ഏതാണ്? കാപ്പിയുടെയാണ്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പലേരി മലകളിൽ നിന്നാണ്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പി അതങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചത്. ഇളമ്പലേരി മലകളിൽ നിന്നാണ് ചാലിയാർ നദി. ഇളക്കി എപ്പോഴാണ് നല്ലപോലെ ചാലിക്കാൻ പറ്റുന്നത്? ചാലിക്കണമെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് ചാലിക്കണമെങ്കിൽ നല്ലപോലെ ഇട്ട് ഇളക്കണം. ചന്ദ്രരശ്മിയിലെ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻറ്റിലസ് സി ആൻഡ് സിംപേലിയസ് എൻ. മാൻറ്റിലസ് സി ആൻഡ് സിംപേലിയസ് എൻ എന്ന രണ്ട് ഗർത്തത്തിനിടയിലാണ് നമ്മുടെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഈ ശിവശക്തി പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ശിവശക്തി പോയിന്റ് ഇസ് ദ ലാൻഡിംഗ് സൈറ്റ് ഓഫ് ചന്ദ്രയാൻ 3, ദ തേർഡ് ലൂണാർ മിഷൻ ഓഫ് ദ ISRO. നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ലാൻഡിംഗ് പോയിന്റ് ആയിരുന്നു ഈ ശിവശക്തി എന്ന് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് NABARD. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? പണപ്പെരുപ്പം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചതാരാണ്? നിർമ്മല സീതാരാമൻ്റെ 6ാമത്തെ ആയിരുന്നു. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ലോക്സഭയും രാജ്യസഭയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അത് തെറ്റാണ്. ലോക്സഭയുടെ കാലാവധി മാത്രമാണ് 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അത് ശരിയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതും ശരിയാണ്. 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയുമായിരുന്നു. അല്ല, നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നില്ല രാഷ്ട്രപതി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. ആണോ? ലോക്സഭ ഒരു സ്ഥിരം സഭയല്ല. 5 വർഷം കൂടുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. അല്ല, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചല്ല. ഇന്ത്യയിൽ അപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. അത് ശരിയാണ്. 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. രാജ്യസഭയിലെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അല്ല, ലോക്സഭയിലെയാണ് നിയന്ത്രിക്കുന്നത് സ്പീക്കർ. ഇവിടെ ആരാണ്? അധ്യക്ഷനുണ്ട്. ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആയിരിക്കും അധ്യക്ഷൻ. പിന്നെ ആസ് ഓഫ് 2023 it has a maximum membership of 245, of which 233 are elected by the legislatures of the state, union territories and using single transferable votes through open ballots, while the president can appoint 12 members for their contributions to art, literature, science and social. രാജ്യസഭയിൽ 245 സീറ്റുകളുണ്ട്. അതിൽ 233 എലക്ട് ചെയ്തെടുക്കും. എലക്ട് ചെയ്യും? നമ്മൾ ഈ വിടുന്ന സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റേഴ്സും പിന്നെ യൂണിയൻ ടെറിട്ടറീസിലെ ലെജിസ്ലേറ്റേഴ്സും വോട്ട് ചെയ്തെടുക്കും. പ്രസിഡൻറ്റിന് 12 പേര്. ഏതിൽ നിന്ന്? ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസിൽ നിന്ന് 12 പേരെ പ്രസിഡന്റ് എടുക്കും.
താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക. ഡോക്ടർ BR അംബേദ്കറിനെയാണ് സ്വതന്ത്ര ലേബർ പാർട്ടി. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശ തത്വങ്ങളിലാണ് പഞ്ചായത്തി രാജിനെ പറ്റി പറയുന്നത്. ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ സംഭവം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്കയിൽ നിന്നാണ്. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. അപ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ആഫ്രിക്കയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. 24ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. നമ്മൾ പഠിച്ചു കേന്ദ്രവും സംസ്ഥാനം ബന്ധം കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ ഈ SC/ST അല്ല, മൈനോറിറ്റീസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ പറ്റി അന്വേഷിക്കുന്നതാണ്. കമ്മീഷൻ 2 കമ്മീഷൻ ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ എമർജൻസി പ്രഖ്യാപിച്ച പ്രളയനെ പറ്റി അന്വേഷിക്കുന്നതും, ഒരെണ്ണം പഞ്ചാബ് ഹരിയാന സെപ്പറേഷനെ പറ്റി അന്വേഷിക്കുന്നതും. കോത്താരി കമ്മീഷൻ നമുക്കറിയാം, അതൊരു വിദ്യാഭ്യാസ കമ്മീഷനാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇതാരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. എൻ്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല, അതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ഭയത്തിൽ നിന്നുള്ള മോചനം ആരാണ്? ആങ് സാൻ സൂചിയുടെയാണ് ഭയത്തിൽ നിന്നുള്ള മോചനം. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് നെൽസൺ മണ്ടേലയുടെയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ എന്ന് പറയുന്നത് ഇസയ ബെർലിൻ്റെയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ഓൺ ലിബർട്ടി എന്നറിയപ്പെടുന്നത് JS മില്ലിൻ്റെയാണ്. ഇതിൽ ആക്ച്വലി എനിക്കറിയാവുന്ന ലോങ് വാക്ക് ടു ഫ്രീഡം ആണ്, അത് നെൽസൺ മണ്ടേല. അതറിഞ്ഞാൽ മാത്രം പക്ഷേ നമുക്കിതിൽ നിന്ന് ഉത്തരം കണ്ടെത്താം. എന്താണ് ഭയത്തിൽ നിന്നുള്ള മോചനം? ആങ് സാൻ സൂക്കി. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാൻ സൂക്കി. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല. 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടിയാണ് ഇസയ ബെർലിൻ. 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടിയാണ് ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് എന്നറിയുന്നത് JS മില്ലാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് JS മിൽ. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയത് എന്ന്? 20th സെപ്റ്റംബർ. ലോക്സഭ പാസ്സാക്കിയത് 20th സെപ്റ്റംബർ 2023 On 20th September, Lok Sabha passed the bill with 454 votes in favor and 2 against. The Rajya Sabha passed the bill unanimously with 214 votes in favor and none against on 21st September. 20th ലോക്സഭയും 21th സെപ്റ്റംബർ രാജ്യസഭയും പാസ്സാക്കി. പ്രസിഡന്റ് ദ്രൗപദി മുർമു signed the bill on 28th സെപ്റ്റംബർ. 28th 20, 21, 28 ഇതാണ് 3 ഡേറ്റുകൾ. ഓർത്തിരിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്ന് കാണുന്നുണ്ട്. കേരളത്തിലെ നാടൻ കളികളിലൂടെ പ്രചാരണത്തിനായി കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. കേരളത്തെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാർക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. താലോലം എന്ന് വെച്ചാൽ 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ഗുരുതരമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് താലോലം. സ്നേഹസ്പർശം എന്ന് വെച്ചാൽ അവിവാഹിതരായ അമ്മമാരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹസ്പർശം. ശരണ്യ പദ്ധതി എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ അപ്ലിഫ്റ്റിംഗ് ദ മോസ്റ്റ് ബാക്ക്വേർഡ് ആൻഡ് സെഗ്രിഗേറ്റ് വുമൺ ഇൻ ദ സ്റ്റേറ്റ്, വിഡോസ്, ഡിവോഴ്സ്, ഡിസ്ട്രസ്, വിൻസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ശരണ്യ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന തന്നെ ഒരു പദ്ധതിയാണ്. അത് പല പല പ്രശ്നങ്ങൾ, ചിലപ്പോൾ വീടോ ആവാം, ചിലപ്പോൾ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാവാം, കല്യാണം കഴിക്കാണ്ട് പ്രായമെത്തിയിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത്. താലോലം എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കണാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകം B12, B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. എന്താണ് ജീവകം B12 എന്ന് വെച്ചാൽ സൈനോകോബാലമിൻ, B9 ഫോളിക് ആസിഡ് എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന
വിളർച്ചയുടെ ഒരവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ പേരാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. പേരിൽ നിന്ന് തന്നെ കിട്ടാം മെഗാലോബ്ലാസ്റ്റിക്. മെഗാ മീൻസ് വലുത്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഏത് കോശങ്ങളിൽ എത്തിയിട്ടാണ് പ്രത്യുൽപാദനം നടത്തുന്നത്? കരൾ കോശങ്ങളിൽ എത്തിയിട്ടാണ്. അപ്പം മലേറിയ ബാധിക്കുന്ന അവയവം ഏതാണ്? കരൾ. ആദ്യം ബാധിക്കുന്നത്. എല്ലാ ഭാഗങ്ങളെയും ബാധിക്കും, ആദ്യം ബാധിക്കുന്നത് കരളിനെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, CFC, നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഇല്ല. എല്ലാ ഓപ്ഷനിലും കാർബൺ മോണോക്സൈഡ് കൊടുത്തിട്ടുണ്ട്, അതില്ല. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, CFC, നൈട്രസ് ഓക്സൈഡ്. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, CFC, നൈട്രസ് ഓക്സൈഡ്. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്താണ്? IMAയുടെ ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് ഫേസി. ഡോക്ടർ എസ് ഫേസിക്കാണ് എന്ത് കിട്ടിയത്? 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ലഭിച്ചത്. വർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശവർഷം ദൂരത്തിൻ്റെ. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെടുന്ന പവർ എത്രയാണ്? 500 വാട്ട്സ് ആണ്. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നാണ് ഉത്തരം. വർക്ക് ഇവിടെ എത്രയാണ്? 1000 ജൂളാണ്. 2 സെക്കൻഡ്. അപ്പോൾ ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യ രേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ ആകൃതിയാണ് അതിൻ്റെ കാരണം. ആറ്റോമിക് നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? പീരിയഡ് 4ലും ഗ്രൂപ്പ് 30ലുമാണ് അത് വരുന്നത്. പീരിയഡ് 4ലും ഗ്രൂപ്പ് 13. കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ആണ്. താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന അതായത് ആക്ച്വലി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലോട്ട്, ഒന്നുകിൽ ഗേഷ്യസ് ടു ലിക്വിഡോ ലിക്വിഡ് ടു ഗേഷ്യസോ അങ്ങനെ മാറില്ല ടെമ്പറേച്ചർ. ആ ഒരു സ്റ്റേറ്റ് മാറുന്ന ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 30.98 ആണ്. ഇതിലെന്താ പറയുന്നത്? ഇതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഒരു വാതകമാണല്ലോ, ഒരു എയർ ആണല്ലോ. മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ഈ ഒരു ഡിഗ്രി സെൽഷ്യസ് കൂട്ടിയിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ എയറിലിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിന് നല്ല പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡായിട്ട് നിൽക്കും. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ അതൊരിക്കലും ലിക്വിഡായിട്ട് നിൽക്കില്ല. മനസ്സിലായോ? ട്രാൻസിഷൻ സംഭവിക്കും. കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്തത് നോക്കാം. പൊട്ടാസ്യം, മാഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? ഇതിൽ മാഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ ഒരേ പീരിയോഡിൽ വരുന്നതാണ്. പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റിലോട്ട് പോകുമ്പോഴും മെറ്റാലിക് പ്രോപ്പർട്ടി കുറഞ്ഞു വരും. അപ്പോൾ അതൊക്കെ. പക്ഷേ പൊട്ടാസ്യം താഴത്തോട്ട് പോകുന്തോറും മെറ്റാലിക് പ്രോപ്പർട്ടി കൂടി വരും. മനസ്സിലായോ? ഡൗൺ ദ പീരിയോഡിക് ടേബിൾ മെറ്റാലിക് പ്രോപ്പർട്ടി കൂടിക്കൂടി വരും. അപ്പോൾ പൊട്ടാസ്യം ആദ്യം വരും. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹമാണ് ലിഥിയം. ഇലക്ട്രിക് വാഹനങ്ങളിലെ ലിഥിയം. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഒളിമ്പിക്സിൻ്റെയാണ്. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ. അവനവൻ എന്നറിയുന്നതൊക്കെയോ ലവനിലാദ്യം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയെ പരമസുഖത്തിന് വരയണം. ഇതറിയാലോ, അവനവൻ ആത്മസുഖത്തിന്. ആത്മോപദേശ ശതകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ നിന്നുള്ളതാണ്. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? സാകേതം, ലങ്കാലക്ഷ്മിയാണ് പുള്ളിക്കാരൻ്റെ രാമായണ നാടകങ്ങളാണ്. സാകേതം, ലങ്കാലക്ഷ്മി.
കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളവയാണ്. ശരി. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ശരിയാണ്. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. അതും ശരിയാണ്. ഈ 3 സെൻറ്റൻസും കണ്യാർകളിയായിട്ട് ശരിയാണ്. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ശരൺ കുമാർ ലിംബാളെയും പ്രഭാവർമ്മയ്ക്കുമാണ് സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുള്ളത്. ആശാപൂർണ ദേവിക്ക് കിട്ടിയിട്ടില്ല. ശരൺ കുമാർ ലിംബാളെ, പ്രഭാവർമ്മ. ഇത് 51 തുടങ്ങിയ മാത്സ് ആണ്. 61. They did not come until the meeting was half over. He still dash in touch with the most of his old schoolmates. He still keeps in touch. We dash of coffee, so we adjusted with tea. We run out of coffee തീർന്നു പോയി, സോ നമ്മൾ ടീ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. Dash you mind waiting here till I return. Would you mind waiting here till I return? He is dash യൂറോപ്യൻ ടൂറിസ്റ്റ്. ഇവിടെ ഇ ആണെങ്കിലും അത് യു എന്നാണ് ഇവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഹി ഈസ് എ യൂറോപ്യൻ ടൂറിസ്റ്റ്. യെസ്റ്റർഡേ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. യെസ്റ്റർഡേ ഷാരോൺ വെൻറ്റ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. My birthday is on October 28th. The meaning of the word garrulous, talkative. Neither of us likes sweet. Neitherൻ്റെ കൂടെ എന്ത് വരുള്ളൂ? സിംഗുലർ വെർബ്. Neither of us likes sweets. Colt is the younger one of horse. ഇനി മലയാളമാണ്. വിപരീത പദം എഴുതുക. വിയോഗത്തിൻ്റെ ഓപ്പോസിറ്റാണ് സംയോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്ന അർത്ഥം വരുന്ന പദം ഏത്? വിഹഗം, പക്ഷി. ദു അധികം ജനം. ശരിയായ ജോഡി ഏത്? മഞ്ഞ്, നിഹാരം, തുഷാരം. വീതി, വഴി, പാതയാണ്, പതയല്ല. തോഴൻ, ചങ്ങാതി, അനിലനല്ല, അനലൻ എന്നല്ലേ? മുഖം, വന്ദനം, ആനന്ദമല്ല, ആനനം. ഇതെല്ലാം സ്പെല്ലിങ്ങിലെ മിസ്റ്റേക്സ് ആണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും. മഞ്ഞ്, നീഹാരം, തുഷാരം. എതിർലംഘം എഴുതുക. ഭൃത്യൻ. ദിഗ്വിജയം അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പിടിച്ചെഴുതുക. അവൻ. ആ അധികം അന്നാണ് അവൻ. ശരിയായ പദം എഴുതുക. ആഖ്യാനം. നഖത്തിൻ്റെ ആഖ്യാനം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ഇതാണ് ഉത്തരം. ബാക്കിയുള്ളത് ഇവരുടെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരും പഠിക്കുക. താങ്ക് യു.